MSFിൻ്റെ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് തുടങ്ങുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ പി കെ നവാസ് നമ്മോടൊപ്പം ചേരുന്നു. ഒരു വലിയ കാലയളവ് സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെയാണ് താങ്കളുടെ കാലത്തുണ്ടായിരുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായും തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ആത്മസംതൃപ്തിയുണ്ട്. അന്ന് നേരിട്ടിരുന്ന സമര പോരാട്ടങ്ങൾ, പോലീസിനോടുള്ള ഏറ്റുമുട്ടൽ, ജയിൽവാസം, സർവകലാശാല വിജയങ്ങൾ, അത് ആ മൊമെൻറ്റുകളിൽ ഞങ്ങൾക്ക് പല വികാരങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നൊസ്റ്റാൾജിക് ഫീലിംഗാണ്. ഒരു നല്ല കാലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. സംഘടനയുടെ മുൻഗാമികൾ അവർ ഈ പതാകയെ എത്ര അഭിമാനത്താണ് ഉയർത്തിപ്പിടിച്ചത്, അവിടുന്ന് അതിനു മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ആത്മസംതൃപ്തി എന്ന് പറയുന്നത്. +1 സീറ്റ് വിഷയം, അതുപോലെ ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ തുടങ്ങി MSF പ്രതിഷേധമുയർത്താത്ത വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിലേതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തികരമായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിച്ചതായിട്ട്? അല്ല, സമര പോരാട്ടങ്ങളെന്ന് പറയുന്നത് അതത് വിഷയങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സമരവും ഓരോ സംതൃപ്തികളാണ്. ഒരുപക്ഷെ എല്ലാ സമരത്തിനും റിസൾട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ആ അവകാശത്തെ അല്ലെങ്കിൽ ആ വിഷയത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ദൗത്യം നിർവഹിക്കലാണ്. ആ അർത്ഥത്തിൽ എല്ലാ പോരാട്ടങ്ങളും ഞങ്ങൾക്ക് ആത്മസംതൃപ്തിയാണ്, പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയേണ്ടതല്ല. എന്നാലും മലബാറിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ട വിഷയം, അത് കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മലബാറിൽ അങ്ങനെ +1 ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു വെച്ചെടുത്താണ് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത്. ആ സമര പോരാട്ടമാണ് പിന്നെ ഞങ്ങൾ മലപ്പുറം കളക്ടറേറ്റിലേക്ക്, കോഴിക്കോട് കളക്ടറേറ്റിലേക്ക്, കേരളത്തിലെ മുഴുവൻ കളക്ടറേറ്റുകളിലേക്ക്, പിന്നെ നിയമസഭയിലേക്ക്, അത് കഴിഞ്ഞ് DD ഓഫീസിലേക്ക്, അവസാനം അട്ടക്കുളങ്ങര ജയിലിൽ പോകേണ്ടി വന്നു. ആ ഘട്ടത്തിൽ സഭക്കകത്ത് അതേ മന്ത്രിക്ക് തിരുത്തേണ്ടി വന്നു എന്ന് പറയുന്നത് ഒരു വലിയ സമര പോരാട്ട വിജയമാണ്. കാരണം സഭക്കകത്ത് പറഞ്ഞൊരു കാര്യം സഭക്കകത്ത് തിരുത്തുന്നു പറയുന്ന ആധികാരികമായ രേഖയാണ്. അങ്ങനെ അത് തിരുത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് സമരകാലങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ സഭക്കകത്ത് നടന്നൊരു കാര്യം, ഞങ്ങളുടെ സമരം സഭക്കകത്ത് സബ്ജക്റ്റായി മാറുന്നു എന്ന് പറയുന്നത് വലിയ ആത്മസംതൃപ്തി നൽകുക. ഈ സമരങ്ങൾക്കെല്ലാം അപ്പുറത്ത് MSFിനെ കൂടുതൽ വിമർശനത്തിന് ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായൊരു കാലം കൂടിയാണ്. സ്ത്രീവിരുദ്ധരെന്ന വലിയ തോതിലുള്ള വിമർശനം കേട്ട ഒരു പ്രസിഡന്റ് കൂടിയാണ് നിങ്ങളും നിങ്ങളുടെ സംഘടനയിലുള്ളവരും. എങ്ങനെയാണ് ആ കാലഘട്ടത്തെ കാണുന്നത്? അല്ല, അത് ഓരോരുത്തർ പരിശോധിക്കപ്പെടട്ടെ. നിങ്ങൾ മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ പരിശോധിക്കപ്പെടട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റിയുടെ കാലയളവിൽ ഞങ്ങളുടെ ഭാരവാഹികളായി പെൺകുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തീരുമാനിച്ച് 3 പെൺകുട്ടികളെ ഭാരവാഹികളാക്കണമെന്നാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളെ ഭാരവാഹികളാക്കി. കാലിക്കറ്റ് സർവകലാശാല പോലത്തെ ഒരു സർവകലാശാല, ഞങ്ങൾക്കൊരു വൈകാരിക ബന്ധമാണ് കാലിക്കറ്റ് സർവകലാശാലയായിട്ട്. ഞങ്ങളുടെ കിനാവായിരുന്നു അവിടുത്തെ ഒരു ചെയർമാനായി ഞങ്ങൾക്ക് ഒരു തവണയെങ്കിലും ജയിക്കണമെന്നുള്ളത്. ഞങ്ങൾ ചെയർമാനും ജനറൽ സെക്രട്ടറി ഇത്തവണ ജയിച്ചു. അപ്പോൾ ആര് ചെയർപേഴ്സൺ ആവണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സൺ ഒരു പെൺകുട്ടിയാവട്ടെ എന്നാണ്. കണ്ണൂർ സർവകലാശാല ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു. അവിടെ ജയിച്ചു വരുമ്പോൾ കാസർഗോഡ് നിന്നൊരു പെൺകുട്ടി ജയിക്കട്ടെ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കേരള എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MSFിന് ഒരു നിയമസഭാ സാമാജികനെ കിട്ടിയ പോലെയാണ് കേരള യൂണിവേഴ്സിറ്റി ഞങ്ങൾക്കൊരു സെനറ്റ് അംഗം ജയിക്കുന്നത്. അതൊരു പെൺകുട്ടിയാകട്ടെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ഒരു പെൺകുട്ടി മത്സരിക്കട്ടെ. ഒരു പാർട്ടിയുടെ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനെ കൊടിമര ജാഥയും പതാക ജാഥയുമാണ്. അപ്പോൾ കൊടിമരം വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അവിടുന്ന് റെസിൻ കൊടിമരം നയിക്കുന്നു. ഇപ്പുറത്ത് പതാക വരികയാണ്. പതാക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നയിക്കാൻ വേണ്ടി ഞങ്ങൾ ചുമതലപ്പെടുത്തിയത് അഡ്വക്കേറ്റ് റുമൈസ റഫീഖിനെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപക്ഷെ ലീഗിൻ്റെ കമ്മിറ്റി കൂടി മഞ്ചേരി വർക്കിംഗ് കമ്മിറ്റിയിൽ 30% റിസർവേഷൻ എല്ലാവർക്കും കൊടുക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ അത് ആദ്യം നടപ്പിലാക്കിയ പോഷക സംഘടനയും ഞങ്ങളാണ്. അതിനപ്പുറത്തേക്ക് സർവകലാശാല തലപ്പത്ത്, സെനറ്റിൻ്റെ തലപ്പത്ത്, സിൻഡിക്കേറ്റിലേക്ക് മത്സരിപ്പിച്ചത്, പതാക ജാഥക്ക്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരെ ചേർത്ത് വെച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കാരണം അതൊരു റിസർവേഷൻ ആയിട്ടില്ല, അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാലം അവരെ അത്രയും മുന്നോട്ട് കൊണ്ടുവന്നത്, അതിനവർ കപ്പാസിറ്റി ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി പോസിറ്റീവായിട്ട് കഴിവുകളാണ് പരിഗണിക്കപ്പെടുക. ആ കഴിവുകളിൽ അവർ സ്വാഭാവികമായി ഞങ്ങളുടെ കൂടെ ഉണ്ട്, സ്വാഭാവികമായ പരിഗണനകളുണ്ട്. അത് ഏറ്റവും കൂടുതൽ നൽകാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയിൽ പടിയിറങ്ങുന്ന ഒരു പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അത് നിങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതാണ്. ഒരു പക്ഷേ ഹരിത വിവാദം ഉണ്ടായില്ലെങ്കിൽ ഇത്രയും അവസരം പെൺകുട്ടികളിൽ കിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? അല്ല, അങ്ങനെ ഒട്ടും പറഞ്ഞുകൂടാലോ. കാരണം ഈ പറയുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ മുമ്പേ തന്നെ പാർട്ടി 30% സംവരണം കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പാണ്. പാർട്ടി കാലത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയം 948 ആരംഭിക്കുമ്പോൾ അതത് കാലത്തിൻ്റെ അജണ്ടകളോട് സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 48 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പതിതരായ ഒരു സമൂഹത്തെ കൈയടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വേർതിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അത് 70 80 എത്തുമ്പോൾ വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ സ്വാഭാവികമായി അതിനെന്ത് വേണം? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം സാധ്യമാക്കണം. അതിനാണ് മഹാനായ ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ പാണക്കാട് പൂക്കോയ തങ്ങളുടെ അവസാനത്തെ പ്രസംഗം കാഞ്ഞങ്ങാടിൽ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കണേ എന്നാണ്. അപ്പോൾ അതത് കാലത്തിൻ്റെ ആവശ്യങ്ങളോട് ഞങ്ങൾ ഏറ്റുമുട്ടി. 90കളിൽ എത്തിയപ്പോൾ ഇന്ത്യ വല്ല വർഗീയമായി ചെയ്തൊരു ഘട്ടം. അന്നേരം ഞങ്ങളുടെ ആവശ്യം ഈ സമുദായത്തെ വർഗീയതയ്ക്ക് പിടികൊടുത്തുകൂടാ, അവരെ അത് മാറ്റി നിർത്തണമെന്നാണ്. സ്വാഭാവിക പുതിയ കാലത്തേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ വിദ്യ പഠിപ്പിക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പിന്നീട് ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു പോയൊരു രാഷ്ട്രീയ പാർട്ടി. അവർ പഠിച്ചിരിക്കുന്നു, അവരുടെ മക്കളും പഠിച്ചിരിക്കുന്നു. ഇന്ന് മുഖ്യധാരയിൽ ഞങ്ങളുടെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഉണ്ട്. സ്വാഭാവികമായി അവരിനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ സമയമായിരുന്നു.
ആ സ്റ്റെപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിൽ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണുള്ളത്. വളരെ ധീരമായ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഞങ്ങളുടെ ഭാരവാഹികൾ വരുന്നു, യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ വരുന്നു, ജില്ലാ പഞ്ചായത്തുകളിൽ യുവതികളായ ചെറുപ്പക്കാരികൾ മത്സരിക്കുന്നു, എല്ലാ ത്രിതല പഞ്ചായത്തുകൾ എല്ലായിടത്തും മത്സരിക്കുന്നു. കാലത്ത് ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ ഞങ്ങൾ വരുന്നു. ഒരു പക്ഷേ പുറത്തു നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഞങ്ങളുടെ അജണ്ടകൾ ഒരു പക്ഷേ നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടല്ലാതെ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങളൊക്കെ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങളെ അത് ആവശ്യപ്പെടുന്നതിനേക്കാൾ അനുകൂലമായ സാഹചര്യത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നൽകുന്നുണ്ട്. താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ താങ്കളെ മാറ്റണമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. അപ്പോഴും പാർട്ടിയിലെ വലിയൊരു വിഭാഗം സാദിഖ് അലി തങ്ങളടക്കം താങ്കൾക്കൊപ്പം പാറ പോലെ ഉറച്ചു എന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വ്യക്തിപരമായുള്ള ആക്ഷേപങ്ങൾ വിമർശനങ്ങളെ കാണും? അല്ല, പാർട്ടി നേതാക്കന്മാരോ ഏതെങ്കിലും വ്യക്തിയുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന സമയം ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വിഷയങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന, അല്ലാതെ ഏതെങ്കിലും വ്യക്തിക്കോ ഒരു കൂട്ടം വ്യക്തികൾക്കോ പിന്തുണ പ്രഖ്യാപിക്കുന്ന അല്ല നേതാക്കന്മാർ ചെയ്യുക. തീർച്ചയായും ഈ കമ്മിറ്റിയുടെ കാലയളവിൽ ഈ വിജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വലിയ പിന്തുണയായി, പാറ പോലെ ഞങ്ങൾക്ക് പിന്തുണയായി പാർട്ടി നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ആത്മസംതൃപ്തി തന്നെയാണ്. ഇത്ര വലിയ വിജയത്തിന് ഞങ്ങൾ കരുത്തായതും അതുതന്നെയാണ്. അത് ഏതെങ്കിലും ഒരു താല്പര്യത്തിന് മുകളിലോ മറ്റൊന്നുമല്ല, അത് വിഷയ സംബന്ധമാണ്. MS എന്ന് പറയുന്ന സംഘടന ജൈത്രയാത്ര തുടരണം എന്ന് പാർട്ടി തീരുമാനിക്കുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു കരുത്താണ്, അത് ഞങ്ങൾക്ക് വലിയ ആവേശമാണ്. ആ ആവേശവും കരുത്തും തന്നെയാണ് ഈ മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ SFIയുടെ നേതാക്കൾക്കൊക്കെ CPM ഇടതുപക്ഷവും ഒക്കെ പരിഗണന കൊടുക്കുന്നുണ്ട് മത്സരിക്കാൻ. പക്ഷേ MSF കാര്യത്തിൽ അങ്ങനെ ഒരു പരിഗണന ഈ ലീഗിൽ നിന്ന് ലഭിക്കുന്നില്ല. ആ ഒരു ചരിത്രം മാറുമെന്ന് കരുതുന്നുണ്ട്. അല്ല, ഞങ്ങളെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ MSFനെ സംബന്ധിച്ച് MSFിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, സംസ്ഥാന വർക്ക് കമ്മിറ്റി യോഗം ഞങ്ങൾ ചേർന്നു. MSF ഒരു നിയമസഭാ സീറ്റ് ആവശ്യപ്പെടുന്നേ ഇല്ല. ഞങ്ങൾ അങ്ങനെ പെടണ്ട എന്ന് തീരുമാനിച്ചത്. കാരണം MSF ഒരു നിയമസഭാ സീറ്റ് ആവശ്യപ്പെടേണ്ട സംഘടനയല്ല. ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം ഞങ്ങൾ നിർവഹിച്ച് പോകാൻ. സ്വാഭാവികമായി നിങ്ങൾ പറഞ്ഞ പോലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ, മറ്റ് യുവജന സംഘടനകൾ അവരുടെ തീരുമാനങ്ങളാണ്. ഞങ്ങളുടെ മുൻഗാമികളുടെ ശീലം അങ്ങനെയല്ല. നിയമസഭാ സീറ്റ് ആവശ്യപ്പെടുക എന്നതല്ല. അത് ഏതെങ്കിലും തരത്തിൽ ഗിഫ്റ്റായി വരുന്നു വീഴാണെങ്കിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു പറ്റം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതിലൊന്നും തർക്കമില്ല. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന ട്രഷറർ ജില്ലാ പഞ്ചായത്തിലെ ഇടതുപക്ഷ കോട്ട ജയിച്ചു വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നിയമസഭാ സീറ്റ് ഡിമാൻഡ് ചെയ്യേണ്ട ഒരു സംഘടനയായിട്ടൊന്നും MSF ഇല്ല. അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടു. അതിൽ ആത്മസംതൃപ്തി ഞങ്ങൾക്കുണ്ട്. പക്ഷേ കേരളത്തിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനം പുതിയ യുവമുഖങ്ങളുണ്ടാകും, യൂത്ത് ലീഗിൽ നിന്ന് പുതിയ ആളുകളുണ്ടാകും, വനിതകളുണ്ടാകും. എല്ലാ സമൂഹത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വരും. പിന്നെ SFIക്ക് കിട്ടുന്ന പോലെ KSന് കിട്ടുന്ന പോലെ പരിഗണന MSFന് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് രാഷ്ട്രീയമായി അങ്ങനെ പരിഗണന കിട്ടേണ്ട വിഭാഗമാണ് MSF എന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. രണ്ടാമത് ഞങ്ങൾ ചെറിയൊരു പാർട്ടിയാണ്, 27 സീറ്റുള്ള ചെറിയ പാർട്ടി. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കിതിൽ പുതുമുഖങ്ങൾ ഉണ്ടാകണം, പഴയ ജനറേഷൻ ഉണ്ടാകണം, അനുഭവ സമ്പത്തുകൾ ഉണ്ടാകണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോംബോ ആണ് ലീഗ് എന്ന് പറയുന്നത്. സ്വാഭാവികം എല്ലാം ചേർന്ന് വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ ഒരു വെല്ലുവിളിയായിട്ട് മുമ്പിൽ വെച്ചാൽ അത് ഏറ്റെടുക്കും? അല്ല, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് വെല്ലുവിളി ഏറ്റെടുക്കും. അത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോട്ടയാണോ എന്നുള്ളതല്ല. അപ്പോൾ പാർട്ടി സംഘടനാ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കും. പാർട്ടിക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു പ്രവർത്തകൻ രീതിയിൽ ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും പാർട്ടിക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനാണ്. ഇപ്പോൾ MSFിൻ്റെ പ്രസിഡൻ്റായി ഞാൻ വരുന്നത് അപ്രതീക്ഷിതമായൊരു ഘട്ടത്തിലാണ്. അത് ഏറ്റെടുത്ത് ഈ പറയുന്ന കാലം പൂർത്തീകരിക്കാൻ സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം അതത് കാലത്ത് നിർവഹിക്കുക. അത് പാർട്ടി പ്രവർത്തകൻ്റെ നാച്ചുറലായ അവൻ്റെ ഒരു കടമയാണ്. MSFിൻ്റെ പ്രസിഡന്റ് നിലയിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ പൂർണ്ണമായിട്ടും തൃപ്തിയോടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്, അല്ലേ? അല്ല, ഒരു പൂർണ്ണത ഒന്നിനുമില്ലല്ലോ, എല്ലാം അപൂർണ്ണമാണ്. 100% പൂർണ്ണത ഒന്നിനും ഉണ്ടാവില്ല. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ആത്മസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അത് പൂർണ്ണമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമാണെന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ ചുരുങ്ങിയ കാലത്തിനിടയിൽ നിങ്ങൾക്ക് കോവിഡ് പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഇടയിൽ ഒരു ചുരുങ്ങിയ ഒരു 3-3.5 വർഷ കാലഘട്ടം, അതിനിടയിൽ ഒരു സർവകലാശാല മാത്രം ഭരണകക്ഷി ഉണ്ടായിരുന്ന ഒരു സംഘടനയെ കേരളത്തിൽ 5 സർവകലാശാലയിലേക്ക് ഭരണപക്ഷത്തിരുത്താൻ ഇല്ലാത്ത സർവകലാശാല പങ്കാളിത്തം ഉണ്ടാക്കാനൊക്കെ സാധ്യമായി. അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഒരു സംഘടന എന്നുള്ള നിലക്ക് താഴേക്കിട മുതൽ അതിൻ്റെ സംസ്ഥാന നേതൃത്വം വരെ ഒരു സിസ്റ്റത്തെ ജനറേറ്റ് ചെയ്യാനും, പ്രത്യേകിച്ച് കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ്, സ്വത്വ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ക്രിസ്റ്റൽ ക്ലിയറായി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ പറയുന്ന CPMൻ്റെയും BJPയുടെയും ഒരുപോലെയുള്ള ഈ വർഗീയ അജണ്ടകളെ ഉയർത്തിക്കൊണ്ട് വരുമ്പോഴും അതിലൊന്നും വീണു പോവാത്ത ഒരു ജനറേഷനെ പടുത്തുയർത്താൻ ഈ പാർട്ടിക്ക് പാകപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ആസ്പദം. നിങ്ങൾ ഏറ്റെടുത്ത കാലത്തെ വെല്ലുവിളികളെ അതിജീവിക്കാനും നേതൃനിരയിൽ നിന്ന് അതിനെ മറുവശത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞ ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാർട്ടി നിർദ്ദേശിച്ചാൽ അതിന് തയ്യാറാണ് എന്നുകൂടിയാണ് PK നവാസ് വ്യക്തമാക്കിയത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.